ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജനനായകൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ഭയങ്കര വലിയ വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ റിവ്യൂവും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ആക്ച്വലി നമ്മൾ വന്നിട്ടുള്ളത് ചെന്നൈയിൽ MVR സിനിമാൾ. ആ തിയേറ്റർ കാണണം. ശരിക്കും പറഞ്ഞാൽ ഒരു മാള് പോലെ ഉണ്ട്. ഇത് മാളാണോ? ഇത് മൊത്തത്തിൽ തിയേറ്ററാണ്. കാണിച്ചു തരാം. ആണ്ടോ ഇത്ര ഉണ്ട്. ഒരു വലിയ തിയേറ്റർ, അതുകൊണ്ട് അവിടെ ബലൂണൊക്കെ പറക്കണം. പോസ്റ്റർ ഇവിടെ എനിക്ക് തോന്നുന്നു ഫാൻസ് വരെ ഒന്ന് കിടിലായിരുന്നെന്ന് തോന്നുന്നു. പൊട്ടാസ് പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും. പൊട്ടാസ് വരെ പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും. ട്രൈപ്പോളൊക്കെ അകത്ത് സമ്മതിക്കുമോ? ബാനകത്ത് വെച്ചിരിക്കാം. അങ്ങനെ ഒരു വൺ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ഡാൻസ്. നമ്മളങ്ങനെ തിയേറ്ററിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ലുക്കെന്ന് വെച്ചാൽ നമ്മളൊരു MVR എന്നാണ് ഈ ഇതിന്റെ പേര്, പക്ഷെ നമ്മുടെ PVRന്റെ ഒരു ലുക്ക് ഉണ്ട് ഇതിന്. വേണ്ട നമ്മൾ മറ്റേ PVRലൊക്കെ പോകുമ്പോൾ സാധാരണ സൈഡിൽ അവിടേക്കാണ് ഈ സൈഡിൽ ഈ സ്ക്രീൻ വെച്ചിരിക്കണ പരിപാടി. PVRലുള്ള സെയിം പരിപാടി ഇവിടെ. എനിക്കതെന്താണ് PVRന്റെ ഫീൽ മാറ്റിയിട്ട് എമ്മിട്ട് വെച്ചത്. ആക്ച്വലി ലുക്ക് മാത്രമല്ല, വിലയും ഏകദേശം PVRന്റെ പോലെയാണ്. പക്ഷെ വലിയ കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ ഈ റെഗുലർ പോപ്കോൺ 200 സംതിങ് വരും. 150 170 റെഗുലർ. ഏരിയ പ്ലസില് 150 അല്ല, ഞാൻ പറഞ്ഞ PVRല് വില കൂടുതലാണ്. PVR 200 250 വെച്ച് PVR വെച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറവാണ്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറവാണ്. കാരണം ഏരിയ പ്ലസ് 150 160 എന്താണ് റെഗുലർ പോപ്കോൺ. 120 രൂപ. പെപ്സി ഒക്കെ ഏകദേശം 100 120 ഇവിടെ 100ആണ്. കുറവുണ്ട്, ഭയങ്കര കുറവൊന്നുമില്ല. നമ്മളവിടത്തേനും കാട്ടി ഒരു 20 30 രൂപ കുറവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്രയും നല്ല സെറ്റപ്പില് ഇത് ഓക്കെയാണ് എന്നുള്ളത്. ഇനി അകത്ത് വേറെ സീറ്റ് എങ്ങനെയെന്നൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. സീറ്റിംഗ് എങ്ങനെയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത സമയത്ത് 400 സംതിങ് രൂപയാണ് ആയത്. പക്ഷെ ഓഫർ അതിൻ്റെ അകത്ത് ഓഫർ ടിക്കറ്റ് ആപ്പിൽ ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓഫറാണ്. ആ ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് 300 സംതിങ്ങിൻ്റെ അകത്ത് ടിക്കറ്റ് കിട്ടി. അതായത് നമ്മൾ ഏകദേശം ഏരിയസും മാളിലൊക്കെ ബുക്ക് ചെയ്യണ സെയിം വില തന്നെയാണ് വിളിക്കുന്നത്. ആ ഓഫർ ഉണ്ടായിരുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് 400 അല്ല. എന്നാലും മറ്റേ ഇവിടെ MOTക്കകത്ത് കാർണിവലിൽ ബുക്ക് ചെയ്യണ സെയിം പൈസ ആവത്തുള്ളൂ. MOTക്കകത്ത് 200. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം പൈസ ആയിട്ടുള്ളൂ. നിങ്ങൾ നടത്താൻ വേണ്ടി കുറച്ചുകൂടെ സുഖമുണ്ടെന്ന് നിങ്ങൾ നോക്കണം. 10 നിങ്ങൾക്ക് 12:25 ഷോ. 15 അകത്ത് കയറും. അപ്പോഴ് സീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടാകും? അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ സീറ്റിംഗ് ഒക്കെ നോക്കാം. ആൾക്കാർ കൂടിയപ്പോൾ നമ്മളങ്ങനെ തിയേറ്ററിൻ്റെ അകത്ത് കയറി. സ്ക്രീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രീന്. അതിൻ്റെ സീറ്റിങ്ങും കൊള്ളാം. നമ്മൾ എവിടെയെന്ന് പറയാം, ഇപ്പം നമ്മുടെ ഏരിയസ് പ്ലസിൽ സ്ക്രീൻ 1 അല്ല, ബാക്കി സ്ക്രീനുകളുണ്ടല്ലോ, ഏകദേശം ആ സ്ക്രീനിൽ ഇരിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ സുഖമുണ്ട്. പിന്നെ നമ്മളെ ഇത് എന്തായാലും ഞങ്ങൾ ഒരിക്കൽ ടെർബോ കാണാൻ വേണ്ടിയിട്ട് PVR പോയി. അത് ഓഫറുള്ള സാധനം ഊള സീറ്റായിരുന്നു. അത് ഞാൻ ആലോചിച്ചു, അത് ഇവന്മാരൊക്കെ 200 രൂപയ്ക്കൊക്കെ ഈ സീറ്റ് എന്തിനു കൊടുക്കണേന്ന് ആലോചിച്ച്. പക്ഷേ അതിനെക്കാട്ടിയും കൊള്ളാം ഇത്. ഓഫർ 100 രൂപയ്ക്ക് അങ്ങനെ അതിനെക്കാട്ടിയും കൊള്ളാം ഈ സീറ്റ്. നല്ല കിട്ടില്ല സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ലെഗ് സ്പേസ് ആണ്. വേണ്ട, എനിക്കും ഇവനും ഏകദേശം സെയിം ഹൈറ്റ് ആണ്. അതായത് 185 187 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ഞങ്ങൾക്ക്. 86 87 ആ ഒരു ഇതിലാണ് ഞങ്ങളെ ഹൈറ്റ്. ഞങ്ങൾക്ക് കാണിച്ചുതരാം, ലെഗ് സ്പേസ് കാണിച്ചുതരാം. വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത്രയും ലെഗ് സ്പേസ് ബാക്കിയുണ്ട്. കിടന്നാണ് നീ ഇപ്പൊ കിടക്കുകയാണ് ഫുള്ള് ചാരി കിടക്കുകയാണ്. ഇനിയും താണ്ട് ഇത്രയും ലെഗ് സ്പേസ് ബാക്കി കിടപ്പുണ്ട്.
എനിക്ക് സെയിം ആണ്. എനിക്കും അവിടെ കിടന്നിട്ട് അതുകൊണ്ട് ഇത്രയും ലെഗ് സ്പേസ് എനിക്ക് ബാക്കി കിടക്കുകയാണ്. കണ്ട ഇത്രയും ലെഗ് സ്പേസ് ബാക്കി കിടക്കും. ഇവിടെ ഇനി ഫ്രണ്ടിലോട്ട് നീക്കിയും വെക്കാം. ബാക്കിലോട്ട് ഇങ്ങനെ ചാരപ്പ് ഇങ്ങനെ കിടക്കാൻ പറ്റും. നൈസാണ്. അതാണ് ഫ്രണ്ടിലുള്ള ചിലവ് അതിന്റെ ഗ്യാപ്പിലോട്ട് കയറ്റാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലെഗ് സ്പേസ് ആണ്. അതിന്റെ ഇവിടുത്തെ സൈഡും നല്ല രീതിയിൽ ഇവന്മാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇത് എന്തൊരു സ്റ്റൈലെന്നൊന്നും പറഞ്ഞത്. എന്റെ കോൺട്രാക്ടർ ചേട്ടൻ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇത് ഏത് കണ്ടംപററി സ്റ്റൈലാണെന്നൊന്ന് പറയണം. അത് എന്തോ സ്റ്റൈല് പറയണം, എനിക്ക് അറിയണം അതിന്റെ പേര്. എന്തോ കണ്ടംപററി സ്റ്റൈലാണ്. സ്ക്രീനും അത്യാവശ്യം നല്ല കിടിലൻ സ്ക്രീന്, നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ ഈ ഇന്റർവെല്ലിന് അല്ലെങ്കിൽ സിനിമ തീർന്നിട്ടാവല്ലോ ഒക്കെ വരാം. അങ്ങനെ നമ്മൾ ജനനായകം കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു തിരിപ്പുണ്ട്, അവനെ എനിക്ക് പേരിൽ കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ന്യൂഡിറ്റിയുടെ പേരിൽ ഷർട്ടില്ലാതിരിക്കുകയാണ്. ന്യൂഡിറ്റിയുടെ പേരിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് യൂട്യൂബിൽ. എപ്പോഴും ഇല്ല, പക്ഷെ ചില സമയത്ത് യൂട്യൂബിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ ചിലപ്പോൾ തന്നിരിക്കും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ, പറയാൻ പറ്റില്ല, കാരണം തന്നാലേ. ഞാൻ വേണമെങ്കിൽ ഒന്ന് ചുമ്മാ കാണിച്ചു തരാം. കിട്ടിയാന്ന് പറഞ്ഞൂടെ, അത് കാണണമെന്നുള്ളവർ പോസ് ചെയ്ത് നോക്കിയത് ഇങ്ങനെ. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടവരാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, മറ്റേ ടൈം സ്റ്റാമ്പ് അടിച്ചിട്ട് അത് ഞാൻ എടുത്ത് നോക്കിക്കോളാം. അതിൻ്റെ അകത്തുണ്ടായില്ലേ അത്. അയ്യോ, ഓക്കെ. ഞാൻ പറയാൻ വന്നത്, നമ്മൾ ജനനായകം കാണാൻ പോയി. അതിൻ്റെ റിവ്യൂ, അതായത് പോയ വ്ളോഗ് പ്ലസ് റിവ്യൂ ആണ് ഈ വീഡിയോ. ഓക്കെ, ജനനായകൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. അതായത് ഫ്രം ദ സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു പക്ക വിജയ് ഫാൻ എന്നുള്ളൊരു ഇതിൽ എനിക്ക് നല്ലൊരു, അതായത് മെയിനായിട്ട് ഈ സിനിമ ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അയ്യോ, അതായത് ഞാൻ ഒരു കൊച്ചിലെ തൊട്ടേ തമിഴ് സിനിമ സ്റ്റാർട്ടിങ് കാണുന്നത് ഒരു വിജയ് പടമാണ്. ഐ തിങ്ക് ഞാൻ പോക്കിരിയാണെന്ന് തോന്നുന്നു. പോക്കിരിയാണ് വിജയുടെ ഫസ്റ്റ് കാണുന്ന പടം എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഇപ്പം എത്രയോ വർഷമായി, 10-15 വർഷത്തിന് മേളിലായി. ബട്ട് ആ മനുഷ്യൻ തന്ന ഒരു ഓറ ആൻഡ് ആ മനുഷ്യൻ്റെ ഒരു മാസ്, ആ മനുഷ്യൻ ഡാൻസ് കളിക്കുന്ന ഒരു രീതി, അത് ആ മനുഷ്യന് മാത്രമേ തരാൻ പറ്റുള്ളൂ. കാരണം ഒരു തിയേറ്ററിൻ്റെ അകത്ത് അത്ര ഓളം ഉണ്ടാക്കി ഫാൻസിനെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിപ്പം എത്ര മോശം പടമാണെങ്കിലും ആ പടത്തിന് ആൾക്കാർ കയറും എന്നുള്ളൊരു കൺഫോമിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മനുഷ്യൻ വിജയാണ്. അതായത് പുള്ളിക്കാരന് എല്ലാ പടവും സൂപ്പറാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഗോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, ബീസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ അങ്ങനെ കുറേ പടങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മെയിനായിട്ട് ഞാനും ഇവനൊക്കെ ഒരു പക്ക വിജയ് ഫാനാണ്. വിജയുടെ ഏത് പടം വന്നാലും ഞങ്ങൾ പോയി കാണും. ഞാൻ ഒരു ടൈം വരെ ഫാൻ ഷോയ്ക്ക് പോയിക്കൊണ്ടിരുന്നൊരു ആളാണ്. പിന്നെ എന്തോ എനിക്ക്, അതായത് ഫാൻ ഷോ എപ്പോഴും ഒരു ഡൈ ഹാർഡ് ഫാനിന് വേണ്ടിയിട്ടുള്ളതാണ് എനിക്കറിയാം. പക്ഷേ ഞാൻ മിക്കവാറും ഈ ഫാൻ ഷോ കാണാൻ പോകുന്ന പടങ്ങൾ വീണ്ടും അന്നത്തെ ദിവസം തന്നെ നൈറ്റ് ഷോ ഒക്കെ വീണ്ടും കാണാൻ പോയിട്ട് വരും. കാരണം ഫാൻ ഷോയ്ക്ക് ഫാൻ ഷോ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ സിനിമ കാണാൻ വേണ്ടി കയറുന്നതല്ല. അതായത് ആർത്ത് വിളിച്ച് ഡാൻസ് കളിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ വേണ്ടി കയറുന്ന ഒരു പരിപാടിയാണ് ഈ ഫാൻ ഷോ. അതുകൊണ്ട് ഞാൻ ഒരു ടൈമിൽ ഞാൻ ഫാൻ ഷോ നിർത്തി. പിന്നെ നോർമലി ഉള്ള അത് ഫാൻ ഷോ കഴിഞ്ഞിട്ട് വരുന്ന ഷോയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഷോയോ രാത്രി, ബട്ട് കാണാൻ പോയിരിക്കും. അങ്ങനെ ഒരു പരിപാടി കാണാൻ പോയിരിക്കും, സിനിമ കാണാൻ പോയിരിക്കും, പുള്ളിക്കാരുടെ സിനിമ കാണാൻ പോയിരിക്കും. അത് ഒരു മാറ്റവും ഇല്ല. ബട്ട് അതായത് നിങ്ങൾ ഷസാമിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. ഏകദേശം അതിലുള്ള പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു മനുഷ്യന് വേണ്ടിയിട്ട്, അതായത് തമിഴ്നാട്ടിലുള്ളതിനെക്കാട്ടിയും വലിയ ഫാൻസ് കേരളത്തിലുണ്ട്, ഈ ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യ ഫുൾ ആ മനുഷ്യന് വേണ്ടി ഫാൻസ് ഉണ്ട്. ഇപ്പം ആ മനുഷ്യൻ തമിഴ്നാടിൻ്റെ CM ആണ്. ആക്ച്വലി ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയ ദിവസം ഞാൻ മഹാബലിപുരം പോയി തിരിച്ചു വരുന്നതിൻ്റെ അന്ന് CM വിജയനെ കണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ ജസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ച് തിരിച്ച് കയറിപ്പോയി. ആക്ച്വലി ഞാൻ പുള്ളിക്കാരനെ കണ്ടപ്പോൾ എൻ്റെ റിലേ ഫുള്ളൊക്കെ പോയി. ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കണമെന്നുള്ള കോൺസെപ്റ്റേ എൻ്റെ മൈൻഡിലില്ല.
ഞാൻ ഫുള്ള് ബ്ലാങ്ക് ഔട്ട് ആയി പോയി പുള്ളിക്കാരനെ കാരണം ഞാൻ എന്നോട്ടൊരു വിജയ് ഫാനാണോ അന്നോട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് വിജയനെ കാണണമെന്ന്. അത് പുള്ളിക്കാരൻ സിനിമ ഇൻഡസ്ട്രി വിട്ട് പോയതിന് ശേഷമാണ് സംഭവിച്ചത്. ബട്ട് ഞാൻ തമിഴ്നാട്ടിൽ വന്ന, അതായത് ചെന്നൈയിൽ വന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് പുള്ളിക്കാരനെ കാണാൻ പറ്റിയത് എന്തോ വലിയ ഭാഗ്യമാണ്. ആൻഡ് ഇത്രയും നല്ലൊരു മനുഷ്യ ഇവിടെ CM ആയിരിക്കണത് ഇവിടെ ഉള്ളവരുടെയും ഭാഗ്യമാണ്. നമ്മളെ കേരളത്തിൽ അവിടെ ഇവിടെ ആയിട്ട് പാർട്ടി തുടങ്ങുന്നുണ്ട്, എന്തരാവുമെന്നൊന്നും അറിയത്തില്ല. അത് ഓക്കെ അതൊന്നല്ല നമ്മുടെ കാര്യം. സിനിമ ഔട്ട് ആൻഡ് ഔട്ട് ഒരു മാസ് മസാല പടം, അതായത് ഫാൻസിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പക്ക പടം. ഫാൻസിന് കൈയടിക്കാനുള്ളത്, ചിരിക്കാനുള്ളത്, വിളിക്കാനുള്ളത് എല്ലാ സാധനമുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഡയലോഗ് ഡെലിവറി അയ്യോ അത് കിഡിലാണ്. അത് പുള്ളിക്കാരൻ്റെ ഓറേനെ 1000+, 10,000+ അങ്ങേ അറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, അത് നിങ്ങളുടെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റിൽ അറിയിക്കാം. ഞാൻ ഒരു കട്ട വിജയ് ഫാനാണ്, എൻ്റെ കൂട്ടുകാരനെ ഒരു കട്ട വിജയ് ഫാനാണ്. അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റിൽ പറയുക. അത്രയേ ഉള്ളൂ. സിനിമ ഇത്രയേ ഉള്ളൂ. ഒരു ഫാനിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് പടം പുള്ളി ഡെഡിക്കേറ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ ഇത് ആക്ച്വലി റീമേക്ക് പടമാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ഭഗവത് കേസരി ഞാൻ കണ്ടിട്ടില്ല. ഒന്നാം തരം ഈ ഭഗവത് കേസരി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ വരേനെ മെയിനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭഗവത് കേസരി കണ്ടിട്ടില്ല. ആൻഡ് ഇനി കാണാൻ പോകുന്നവർക്കും നിങ്ങളൊരു കട്ട ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പോയി കാണാം. ഓക്കെ, ടാറ്റ. ലവ് യു ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. ഹൈ ഗൈസ്, വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ അകത്ത് മമിത ബൈജുവിൻ്റെ ആക്ഷൻ സീക്വൻസൊക്കെ കിട്ടില്ലായിരുന്നു അല്ലേടാ? പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസ് അത് വേറെ ലെവല്. പുള്ളിക്കാരിയെ കൊണ്ട് ആക്ഷനും ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്കാരി അറിയിച്ചു. കാരണം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരു ക്യാരക്ടർ, ഒരു നായിക, ഒരു ആക്ട്രസ്, അതായത് ഇത് കഴിഞ്ഞ ഒരു സിനിമയിൽ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് ലോകയിൽ കല്യാണ പ്രിയദർശൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ. അതിൻ്റെ ഫൈറ്റ് സീക്വൻസൊക്കെ നല്ല കിഡിലായിരുന്നു. എക്സാക്ട്ലി ഇതിൻ്റെ അകത്ത് ഈക്വൽ ആൻഡ് ഈക്വൽ പിടിച്ചു നിന്നിട്ടുണ്ട്. അതായത് കല്യാണ പ്രിയദർശൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഇതിൻ്റെ അകത്ത് മമിത ബൈജു ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയാൻ വിട്ടുകൊണ്ടാണ് തിരിച്ച്. പിന്നെ അനിരുദ്ധ് പുള്ളിക്കാരൻ ചെയ്ത് വയ്ക്കുന്ന പാട്ടുകൾ എല്ലാം ഇപ്പോൾ ഹിറ്റ് ആൻഡ് ഹിറ്റ്. ഒരു പാട്ട് ചെയ്യും, ഹിറ്റടിക്കും, വേറൊരു പാട്ട് ചെയ്യും, ഹിറ്റടിക്കും. അത് പുള്ളിക്കാരൻ്റെ വേറൊരു ഓറ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇനി വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോന്ന്? എഡിറ്റിംഗ് ഓൾവേസ് പൊളി. സിനിമ ഞാൻ പറയാം, എനിക്ക് എഡിറ്ററിൻ്റെയും ഇതൊന്നും അറിയത്തില്ല. പിന്നെ ആക്ഷൻ കൊറിയോഗ്രഫി എല്ലാം പൊളി. അത് എനിക്ക് ഇവരെ കുറച്ചൊന്നും അറിയത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് സിനിമ ഡീപ്പായിട്ട് ഇറങ്ങിയൊന്നും തപ്പത്തില്ല എനിക്ക്. അല്ലാതെ നിങ്ങൾ നോർമലി ഒരു വിജയ് പടം കാണാൻ കയറുന്ന പോലെ അങ്ങ് കയറുക, കാണുക, ആസ്വദിക്കുക, തിരിച്ചിറങ്ങുക. പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് പടം അത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി തിരിച്ച് ഇൻഡസ്ട്രിയിലോട്ട് വരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ബട്ട് പുള്ളിക്കാരൻ്റെ ആ ദളപതി ടാഗ് പുള്ളിക്കാരന് വേണ്ടി മാത്രമുള്ളതാണ്. അത് എന്നും അവിടെ കിടക്കും, വേറെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഇന്നേ വരെ പുള്ളിക്കാരൻ തന്നെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത്. ഇനിയും പുള്ളിക്കാരന് തന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനിയൊരു 5 വർഷം പുള്ളിക്കാരൻ തമിഴ്നാട് ഭരിക്കും. അതിന് ശേഷം തിരിച്ച് വരണമെങ്കിൽ ദാറ്റ് ദളപതി ചെയർ ഓൾവേസ് ഹിയർ ഫോർ ഹിം. പുള്ളിക്കാരന് വേണ്ടിയിട്ട് ആ ദളപതി എന്നുള്ളൊരു ടാഗ് ലൈൻ എപ്പോഴും ഇവിടെ തന്നെ കാണും. ആൻഡ് നമ്മൾ കാണാൻ കയറിയപ്പോൾ ആ ജനനായകൻ ടൈറ്റിൽ അവിടെ അങ്ങനെ കാണിച്ചപ്പം ഫാൻസിൻ്റെ ഒരു അയ്യോ ഞാൻ പറയട്ടെ, ഞാൻ ചെന്നൈയിൽ വന്ന് ചെന്നൈ ഫാൻസിൻ്റെ കൂടെയാണ് സിനിമ കണ്ടത്. വേറെ ലെവൽ. ഫസ്റ്റ് ടൈം തമിഴ്നാട്ടിൽ വന്നൊരു സിനിമ ആണ് അത് വിജയ് പടം. അത് കുറേ ഉണ്ട്. അതായത് ഈ ചെന്നൈ സീരീസിൽ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ മെട്രോയിൽ കയറുന്നത് ചെന്നൈയിൽ നിന്ന്, ഫസ്റ്റ് ടൈം ഞാൻ വിജയനെ കാണുന്നത് ചെന്നൈയിൽ നിന്ന്, ഫസ്റ്റ് ടൈം ഒരു തമിഴ് പടം കാണുന്നത് അതും ചെന്നൈ വന്ന് ഒരു ഫസ്റ്റ് ടൈം ഒരു തമിഴ് പടം കാണുന്നത്
ചെന്നൈ, അയ്യോ തമിഴ്നാട് CM-ന്റെ ലാസ്റ്റ് പടം തമിഴ്നാട്ടിൽ വന്ന് കണ്ടു. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇനി വേറെ ഒന്നുമില്ല. ബൈ, റിയലി ബൈ. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി തരാം.